പ്രിയമുള്ളവരെ, വചനജ്വാല 978 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 5 ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ആഞ്ചലൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. നമ്മൾ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 5-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ജെറൂസലേമിലെ വിശുദ്ധ ആഞ്ചലോസ് ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. കാർമൽ മലയിൽ താമസിച്ചിരുന്ന സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. ജെറൂസലേമിലെ പാത്രിയാർക്കീസ് വിശുദ്ധ ആൽബർട്ട് പുതിയ സഭയ്ക്ക് വേണ്ട നിയമം എഴുതിയുണ്ടാക്കി. 1203 പുതിയ സഭ രൂപം കൊണ്ടപ്പോൾ ആഞ്ചലൂസ് ആ സഭയിൽ അംഗമായി. അദ്ദേഹം തന്നെ റോമയിൽ പോയി മാർപ്പാപ്പയെ കണ്ട് ഔദ്യോഗിക കാര്യങ്ങൾ ബോധിപ്പിച്ചു. അവിടെ നിന്ന് സിസിലിയിൽ പോയി സുവിശേഷ പ്രസംഗം നടത്തി. സുവിശേഷ പ്രസംഗത്തിനിടയ്ക്ക് ഒരു ദുർമാർഗിയെ ശാസിച്ചപ്പോൾ അദ്ദേഹം ആഞ്ചലൂസിനെ വധിച്ച് രക്തസാക്ഷിത്വ മകുടം നേടിക്കൊടുത്തു. ധീര രക്തസാക്ഷിയായ ജെറൂസലേമിലെ വിശുദ്ധ ആഞ്ചലൂസിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നെഹമ്യായുടെ പുസ്തകം 12-ാം അധ്യായം 22 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഏലിയാഷിബ്, യോയോദ, യോഹനാൻ, യദൂവ എന്നിവരുടെ കാലത്ത് ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേരുവിവരം രേഖപ്പെടുത്തിയിരുന്നു. ഏലിയാഷിബിന്റെ പുത്രൻ യോഹന്നാന്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹഷാബിയ, ഷെറബിയ, കദ്മിയാലിന്റെ പുത്രൻ യശൂവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പനയനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമം തോറും ദൈവത്തിനെ അർപ്പിച്ചു. മത്താനിയ, ബക്ബുക്കിയ, ഒബാദിയ, മെഷുല്ല, തൽമോൻ, അക്കൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും. ഇവർ യോസാസദാക്കിന്റെ പുത്രൻ യശുവായുടെ പുത്രൻ യോയാക്കിമിന്റെയും ദേശാധിപതനായ നെഹമിയായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ എസ്രായുടെയും സമകാലികരായിരുന്നു. മതിലിന്റെ പ്രതിഷ്ഠ. ജെറൂസലേം മതിലിന്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിൽ നിന്ന് ലേവ്യരെ വരുത്തി. നെത്താഫാത്യുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറൂസലേമിന്റെ പ്രാന്തങ്ങളിൽ നിന്നും ബത്കിഗാൽ, ഗേബ, അസ്മാവത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു. അവർ ജെറൂസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു. പുരോഹിതന്മാരും ലേഖ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ, മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു. അനന്തരം ഞാൻ
യൂദയായിലെ പ്രഭുക്കന്മാരെ മതിലിന്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ ഘോഷയാത്ര നടത്തുന്നതിന് 2 വലിയ ഗായകഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. ഒരു ഗണം മതിലിന് മുകളിലൂടെ വലത്തോട്ട് ചുറ്റുവാതിൽ വരെ പോയി. അവരുടെ പിന്നാലെ ഹോഷായും യൂദാ പ്രഭുക്കളിൽ പകുതിയും അസറിയ, എസ്ര, മെഷുല്ലാം, യൂദാ, ബെഞ്ചമിൻ, ഷമായ, ജെറമിയ എന്നിവരും കാഹളമൂതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു. ജോനാഥന്റെ പുത്രൻ സക്രിയായും ജോനാഥൻ ഷമായുടെയും, ഷമായ മത്താനിയയുടെയും, മത്താനിയ മിക്കായുടെയും, മിക്കയ സുക്കൂറിന്റെയും, സുക്കൂർ ആസാഫിന്റെയും പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരന്മാരായ ഷമായ, അസറേൽ, മിലാലായ്, ഗിലാലായ്, മായി, നെത്തനേൽ, യൂദ, ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു. നിയമജ്ഞനായ എസ്ര അവരുടെ മുൻപിൽ നടന്നു. ഈ സംഘം ഉറവവാതിൽ കടന്ന് ദാവീദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിങ്കലെത്തി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.